Welcome to history class. Today I am going to teach you history of standard 6, chapter 4. What books and burial tell us. In this lesson, we have to describe the early books. Okay. One of the oldest books in the world, that is Vedas. Here in this chapter, we have to describe the importance of Vedas for different types, or which are the 4 Vedas. There are 4 Vedas: Rigveda, Samaveda, Yajurveda and Atharva Veda. 4 വേദങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഋഗ്വേദ, സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. ദ ഓൾഡസ്റ്റ് വേദ എന്ന് പറയുന്നത് ഏതാണ്? ഋഗ്വേദ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് അബൌട്ട് 3500 years ago. ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഇത് ഋഗ്വേദ. ഋഗ്വേദ ഇൻക്ലൂഡ്സ് മോർ ദാൻ 1000 hymns കോൾഡ് സൂക്ത ഓർ വെൽ സെറ്റ്, ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഹിംസ്, അതായത് ഇതിനകത്ത് പോയംസ് ആയിട്ടാണ്. അതുകൊണ്ട് അബൌട്ട് 1000 hymns. ആൻഡ് ദീസ് ഹിംസ് ആർ ഇൻ പ്രൈസ് ഓഫ് വേരിയസ് ഗോഡ്സ് ആൻഡ് ഗോഡസസ്. അപ്പോൾ ഓരോ സ്തുതികളും ആരെക്കുറിച്ചാണ്? ഓരോ ദേവനെക്കുറിച്ചോ അല്ലെങ്കിൽ ദേവിയെ പ്രശംസിച്ച് അല്ലെങ്കിൽ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്നതാണ് ഋഗ്വേദത്തിൽ വരിക. 3 gods are especially important. In Rigveda, they are described 3 important gods, that is Agni, Indra, that god described mainly here, that is Agni nona god of fire, Indra the warrior god. Then described Soma. Soma is a plant from which special drink was prepared. That it is a special drinks that is called Soma. That is described in Rigveda. These hymns were composed by sages. Priests taught students to recite and memorize each syllable. അപ്പോൾ ഈ സ്തുതികളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന ഋഷീസ് അല്ലെ സേജസ്. അപ്പോൾ പുരോഹിതന്മാരെന്ത് ചെയ്യും? സ്റ്റുഡൻസിനെ ഓരോ പോയം റിസൈറ്റ് ഉരുവിട്ട് അവരെ മെമ്മറൈസ് ചെയ്യിപ്പിക്കും. ആൻഡ് ഇറ്റ്സ് ബൈ സെൻറ്റൻസ് ഓർ എ ബിറ്റ് ബൈ ബിറ്റ് ഇൻ എ ഗ്രേറ്റ് കെയർ. മോസ്റ്റ് ഓഫ് ദി ഹിംസ് വെർ കമ്പോസ്ഡ് ടോട്ട് ബൈ ലേൺഡ് മെൻ. അപ്പം മഹാപണ്ഡിതന്മാരൊക്കെയാണ് ഈ ഇത് രചിക്കപ്പെട്ടതും പഠിപ്പിക്കുന്നതും. എ ഫ്യൂ വെർ കമ്പോസ്ഡ് ബൈ വിമൻ, ബട്ട് in the later period these few lines were composed by these women also. The Rigveda is an old Vedic Sanskrit which is different from Sanskrit you learn in school those days. അതായത് ഋഗ്വേദ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പഴയ വേദാസാണ്. അതായത് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജസ്. ദാറ്റ്സ് the importance of this Rigveda. Then Sanskrit is a family of languages known as Indo-European. അപ്പോൾ സംസ്കൃതം എന്ന് പറഞ്ഞാൽ സംസ്കൃതം അത് ഏത് ഫാമിലിയിൽ വരുന്നതാണ്? ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൽ വരുന്നതാണ്. അതായത് സം ഓഫ് ദി ഇന്ത്യൻ ലാംഗ്വേജസ് ലൈക്ക് ആസാമീസ്, ഗുജറാത്തി, ഹിന്ദി, കാശ്മീരി ആൻഡ് സിന്ധി, ഏഷ്യൻ ലാംഗ്വേജസ് ലൈക്ക് പേർഷ്യൻ, ആൻഡ് ലാംഗ്വേജസ് സച്ച് ആസ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, Greek, Italian and Spanish belong to this Indo-European language. But Tamil, Telugu, Kannada and Malayalam belong to the Dravidian family. അപ്പം ദ്രവിഡിയൻ ഫാമിലിയിലെ ലാംഗ്വേജസ് ആണ് ഏതൊക്കെ? തമിഴ്, തെലുങ്ക്, കന്നഡ ആൻഡ് മലയാളം. അപ്പം 2 type of Indo-European language, Dravidian languages. Then the books we use are written and printed and the Rigveda recited and heard rather than read. അതായത് പിൽക്കാലത്ത് പ്രിൻറ്റിങ് പ്രസ്സൊക്കെ വന്നപ്പോൾ പല ബുക്കുകളും പ്രിൻ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആദ്യകാലത്തൊക്കെ ഈ ഋഗ്വേദത്തിലെ സൂക്തങ്ങളൊക്കെ ഉരുവിട്ട് കേൾക്കുക, മറ്റുള്ളവർ വായിച്ച് കേൾക്കുകയാണ് ചെയ്തിരുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ഡൗൺ സെവറൽ സെഞ്ച്വറീസ് ആഫ്റ്റർ ഇറ്റ് വാസ് ഫസ്റ്റ് കമ്പോസ്ഡ് ആൻഡ് പ്രിൻറ്റഡ് ലെസ് ദാൻ 200 years ago. അതിന് വർഷങ്ങളോളം പഴക്കി ചെന്നാൽ അത് പ്രിൻറ്റിങ് തുടങ്ങിയതും അതുമല്ല ഇതിൻ്റെ വരികൾ എഴുതപ്പെടാൻ തുടങ്ങിയതും. ഹൗ ഹിസ്റ്റോറിയൻ സ്റ്റഡി ഋഗ്വേദ? എന്തിനു വേണ്ടിയാണ് ഋഗ്വേദങ്ങൾ പഠിക്കുന്നത്?
Historians like archaeologists find out about the past, but in addition to materials remains, they examine written sources as well. And so they can depend Rigveda for a written sources. Some of the hints, അതായത് എഴുതപ്പെട്ട രേഖകൾ പണ്ടുകാലത്തെ ചരിത്രം അറിയാനുള്ള എഴുതപ്പെട്ട രേഖകളായിട്ടാണ് ഋഗ്വേദത്തെ കണക്കാക്കപ്പെട്ടത്. Some of the hints in Rigveda are in the form of dialogue. അപ്പോൾ ഋഗ്വേദത്തിലെ സൂക്തങ്ങൾ അല്ലെങ്കിൽ പോയംസ് ഒരു ഡയലോഗ് ആയിട്ടാണ് പലതും എഴുതപ്പെട്ടത്. അതായത് വൺ സച്ച് ഹിം ഡയലോഗ് ബിറ്റ്വീൻ എ സേജ് നെയ്മഡ് വിശ്വാമിത്ര ആൻഡ് 2 rivers. അതായത് ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്? വിശ്വാമിത്രനും 2 rivers. ഏതൊക്കെ റിവേഴ്സ് തമ്മിലുള്ള സംഭാഷണമാണ്? ബീസും സത്ലജ്. അതായത് ദാറ്റ് ആർ വർഷിപ്ഡ് ആസ് ഗോഡ്സ്, ഗോഡസസ് ആയിട്ട് കരുതപ്പെട്ടതായിരുന്നു ഏതൊക്കെ നദികൾ? ബിയാസും സത്ലജ്. സോ ഇൻ ഋഗ്വേദ വി ക്യാൻ ഫൗണ്ട് this hymn as a dialogue between sage Vishwamitra and 2 rivers. Here is a picture that is a page from a manuscript. That is a manuscript of a Rigveda. Rigvedathile oru manuscript aanu here. You can see here. This manuscript of the Rigveda, one birch bark was found in Kashmir. That was written in a bark of a birch tree, and that is found in Kashmir. About 150 years ago, it was used to prepare one of the earliest printed texts of Rigveda, and it is used as an English translations. Okay, can you see it? Okay. And then cattle, horses and chariots, that was also described in this Rigveda. There are many prayers in Rigveda for cattle and children and horses, and prayers were offered for this children, horses and cattle. അവർക്കു വേണ്ടി പ്രാർത്ഥനകൾ അല്ലേ? And horses were and some battles were also fought for land, and which was important for pastures and for growing hardy crops that are ripened quickly, such as barley. അപ്പോൾ ഈ പല യുദ്ധങ്ങളും ഭൂമിക്ക് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. അതായത് ക്രോപ്സ്, ഇമ്പോർട്ടൻറ്റ് പാഡി ഫീൽഡ്, അങ്ങനെ ഉള്ള ക്രോപ്സ്. ആൻഡ് സം ബാറ്റിൽസ് വെർ ഫോർട്ട് ഫോർ വാട്ടർ. അപ്പോൾ ക്രോപ്സ് ഉള്ള പാടങ്ങൾ തേടി അല്ലെങ്കിൽ ഫീൽഡ് തേടിയുള്ള യുദ്ധങ്ങൾ, അതുപോലെ വാട്ടറിന് വേണ്ടി, ഓർ ടു ക്യാപ്ചർ പീപ്പിൾ. ഇങ്ങനെയൊക്കെയാണ് ഋഗ്വേദങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. And some of the wealth that was obtained was kept in by the leaders, some of given to the priest, and the rest distributed among the people. അപ്പോൾ ഇങ്ങനെ യുദ്ധത്തിൽ കിട്ടുന്ന കൊള്ളയടിച്ചുകൊണ്ട് വരുന്ന പണം കുറച്ച് ഭാഗം ലീഡേഴ്സ് സൂക്ഷിച്ചു, അല്ലെങ്കിൽ കുറച്ച് പ്രീസ്റ്റിന് കൊടുത്തു, മറ്റുള്ളത് സാധാരണ ജനങ്ങൾക്കും ചില രാജാക്കന്മാർ വീതിച്ചു കൊടുത്തിരുന്നു. Some wealth were used to perform yajnas or sacrifices, which offerings were made into this fire. അതുപോലെ യാഗങ്ങൾ നടത്താനും വേണ്ടി കുറച്ച് പണം ചെലവഴിച്ചു. These were meant for gods and goddesses. Offerings include ghee, grain, and some of the cases animals. അപ്പം വലിയ വലിയ യജ്ഞാസും അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ നെയ്യ് അല്ലെങ്കിൽ ധാന്യങ്ങൾ അല്ലെങ്കിൽ ചില സമയത്ത് ആനിമൽസിനെ പോലും സാക്രിഫൈസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഓഫറിങ്സ് ആയിട്ട് അവർക്ക് കൊടുത്തിരുന്നു. This much about this today's class. You read the lesson and study it well. Okay.